ഇതാണ് വയനാട് ചുരം എന്ന് പറയാൻ പോണത്. വയനാട് ചുരം. വയനാട് ചുരം. വയനാട് ചുരം. മിസ്റ്റർ ബേബിച്ചൻ, താങ്കളുടെ പ്രോഗ്രാം ഞങ്ങൾ കണ്ടിരുന്നു. താങ്കൾ കോറി അസോസിയേഷൻ്റെ പുതിയ കമ്പനി രൂപീകരിക്കുന്നത് വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു. താങ്കൾ കുറച്ച് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും പറയൂ. ഓൾ കേരള കരിങ്കൽ കോറി അസോസിയേഷൻ 1984 കാലഘട്ടത്തിൽ രൂപീകൃത മാലത്തിലെ അസംഘടിതരായ കരിങ്കൽ കോറി ഉടമകളെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന രൂപം കൊണ്ട കോറി അസോസിയേഷൻ കേരളത്തിൽ വർഷങ്ങളായി അനധികൃതമായി നിയമാനുസൃതമല്ലാത്ത ഖനന പ്രവർത്തികളുമായി മുന്നോട്ട് പോയപ്പോൾ 2006 കാലഘട്ടത്തിൽ ഈ സംഘടന സർക്കാർ നിർദ്ദേശിക്കുന്ന നിയമാനുസൃതമായ ലൈസൻസുകൾ എടുത്തുകൊണ്ട് കോറി മേഖലയെ ശക്തിപ്പെടുത്തുകയും നിയമപരമായ എക്സ്പ്ലോസീവ് ജിയോളജി പെർമിറ്റ്, പൊല്യൂഷൻ, പഞ്ചായത്ത് ലൈസൻസ് തുടങ്ങിയ ലൈസൻസുകളുമായി കോറി ഖനനം മുന്നോട്ട് പോയെങ്കിൽ നാളുകൾക്ക് ശേഷം EC, MOF, മൈൻ തുടങ്ങിയ നിയമപരിധി വന്നപ്പോൾ പട്ടയ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോറികളൊക്കെ ഖനനം നിർത്തിവെക്കേണ്ട ഗതികേട് വന്നപ്പോൾ കേരളത്തിലെ 99% കരിങ്കൽ കോറികളും പ്രവർത്തനരഹിതമായി നിൽക്കുകയാണ്. വികസനത്തിന് ആവശ്യമായ കരിങ്കല്ല് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകയിൽ നിന്നും ലോഡ് കണക്കിന് കരിങ്കൽ ഇവിടേക്ക് എത്തിക്കുകയും കേരളത്തിലെ വികസന രംഗം മുരടിക്കുകയും സാമ്പത്തികമായി സർക്കാരിനും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും വണ്ടിക്കാർക്കും എല്ലാം തൊഴിൽ നിശ്ചലമാകുകയും സാമ്പത്തികമായി തകരുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഓൾ കേരള കരിങ്കൽ കോറി അസോസിയേഷൻ കോറിക്കാരെ തങ്ങളുടെ മുൻകാലത്തെ പോലെ ഖനനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് നിയമാനുസൃതമായ ഖനനത്തിനാവശ്യമായ സ്ഥലങ്ങൾ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് 1 ലക്ഷം രൂപ ഒരു ഷെയർ എന്ന നിലയിൽ പാവപ്പെട്ടവരെയും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് ഓൾ കേരള കരിങ്കൽ കോറി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ച് നിയമാനുസൃതമായ കരിങ്കൽ കോറി ഖനനം തുടങ്ങുകയും വികസനത്തിന് ആവശ്യമായ കരിങ്കല്ലുകൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെയും നമ്മുടെ ഗ്രാമീണ മേഖലയെയും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്പനിയുടെ ആലോചന. ഇന്നലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് കാരാപ്പുഴയിലെ ശില്പശാലയായി കൂടുകയും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തത്. അതെ.